എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് മോട്ടർ ഘടിപ്പിക്കുമ്പോൾ നമ്മൾ എങ്ങനെയുള്ള മോട്ടറാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നാണ്. എവിടെ ഘടിപ്പിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് ഹൈ സ്പീഡ് മെഷീനാണ്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ടേബിളിൽ ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നൊരു മോട്ടറാണ്. ഇതിന് 1800 രൂപയായിരുന്നു. 2 വർഷമായി ഉപയോഗിക്കുന്നു ഞാൻ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ഫിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രൂ അതിൽ നമ്മൾ ദ്വാരമാക്കിയിട്ട് ഈ ഒരു സ്ക്രൂ അതിലേക്ക് ഫിറ്റ് ചെയ്തിട്ട് അതിന് ബെൽറ്റ് അതിൻ്റെ കണക്കാക്കി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു നമ്മൾ മോട്ടറെ ഘടിപ്പിക്കുന്ന പറഞ്ഞാൽ അവിടെ ഒരു സ്ക്രൂ ഉണ്ട് ഒരു സൈഡിലായിട്ട്. നമ്മുടെ ഇപ്പോൾ വീഡിയോ കാണിക്കാം. ഒരു സൈഡിലായിട്ട് സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ അഴിച്ചെടുത്തിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യാവുന്ന കൂട്ട് മോട്ടറുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ടേബിളിൽ ഉപയോഗിക്കുന്നത് നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് നന്നായിട്ട് അനങ്ങുന്നുണ്ട്. ഈ മോട്ടർ നന്നായിട്ട് കുലുങ്ങും നമ്മൾ സ്പീഡിൽ അടിക്കുമ്പോൾ. അപ്പോൾ ഈ മോട്ടറോട് ചേർത്ത് വെക്കുന്നത് നമുക്കങ്ങനെ അതങ്ങനെ കുലുക്കമില്ല, നന്നായിട്ട് നമുക്ക് അടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഈ ബെൽറ്റ് നമ്മൾ മോശമായി പോയാൽ നമുക്കത് കടയിൽ ചോദിച്ചാൽ അത് നമുക്ക് പകരം കിട്ടും. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇതിൻ്റെ ബെൽറ്റ് നമുക്ക് ബെൽറ്റായിട്ട് മേടിക്കാൻ കിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഈ ബെൽറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് തന്നെ മോശമായി പോയത് അതുകൊണ്ട് പോയാൽ ആ അളവിലുള്ളത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ കാലുകൊണ്ട് ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നമ്മൾ വെച്ചിട്ടും ഇതിൻ്റെ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുന്നത് ഇത് നിലത്ത് വെക്കുമ്പോൾ നമുക്ക് കാല് നേരെ നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ സ്റ്റാൻഡിൽ അതിൻ്റെ ചവിട്ടുപടിയിലും നിൽക്കുന്ന രീതിയിൽ വയ്ക്കണം. അത് ഞാൻ തടി കഷ്ണം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരെ കാലിൽ നിൽക്കുന്ന രീതിയിൽ പ്രസ് ചെയ്താൽ കാലിന് നമുക്ക് ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ വിരലിനും അതുപോലെ കുഴയ്ക്കൊക്കെ വേദന എടുക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നേരെ തന്നെ വെച്ചിട്ട് ചെയ്യുക. അത് കൂടാതെ ചിലർക്ക് ഈ കാലുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഞരമ്പിനൊക്കെ പ്രയാസം വരും. അപ്പോൾ എന്ത് ചെയ്യണം, ഈ മെഷീൻ്റെ ഇടത് സൈഡിലുള്ള ഇവിടെ കൈ വെച്ചിട്ടുള്ള ഇവിടെ വെച്ച് കെട്ടിയിട്ട് നമുക്ക് കാലിൻ്റെ ഈ മുട്ടിൻ്റെ ഈ ഭാഗം പ്രസ് ചെയ്യാം. എന്തായാലും ഞാൻ ചെയ്ത് നോക്കി. ഈ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് പക്ഷേ അത് ശരിയാവുന്നില്ല. ചിലർക്കത് പറ്റുമായിരിക്കും. നമ്മൾ കാലിനൊക്കെ ഈ വലത് കാലുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് വേദന ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ വെക്കാതെ ഈ സൈഡിലിങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുക. നല്ല മുറുക്കി കെട്ടിക്കൊടുത്തിട്ട് ഇതിൻ്റെ വയറ് എടുത്ത് ഈ സൈഡിൽ അതിലുള്ള വയറ് മുകളിലേക്ക് കെട്ടിവെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാലുകൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റും. എന്തായാലും ചിലർക്ക് കാലുകൊണ്ട് നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഞരമ്പിനൊക്കെ വേദന എടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്.